നമ്മളെടുത്തുള്ള രണ്ട് ഫോട്ടോ നമുക്ക് ഒന്നാക്കി ചേർക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഒന്നാക്കി ചേർക്കുന്ന ഇത് രണ്ട് സ്ഥലത്ത് നിന്ന് എടുത്ത ഫോട്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് രണ്ട് ബാക്ക്ഗ്രൗണ്ട് ആക്കിയല്ലേ. അന്നേരം നമ്മൾ എന്ത് ചെയ്യൂ? ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഫോട്ടോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് മറ്റേ ഫോട്ടോത്തിലേക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കും. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഫോട്ടോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഒന്ന് ചേർക്കാൻ കഴിയുന്ന നല്ല അടിപൊളി ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം എന്നോട് മറന്നു പോയാലും നിങ്ങളോട് മറന്നു പോകരുത്, പറയാനും മറന്നു പോയാലും. പിന്നെ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് ആ ബെല്ലും കൂടി ഒപ്പരുണ്ടാവും ബെല്ല് ഒന്നങ്ങനെ എനേബിൾ ചെയ്തിട്ടേക്ക്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേരം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഒരു രസം, ഒരു മനസ്സുഖം. പിന്നെ ഏതെങ്കിലും വീഡിയോ ഉപകാരപ്പെടുകയും ചെയ്യുമെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് remove.bg എന്ന് എൻ്റർ ചെയ്തിട്ട് remove.bg ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ ഒരു വെബ് പേജിലേക്ക് പോകും. ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ പച്ച ഒരു ബട്ടൺ കാണാം, ഒരു അതിൻ്റെ അരിയത്ത് എൻ്റർ URL എന്നും കാണാം. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോത്തിൻ്റെ ലിങ്ക് കോപ്പി ചെയ്താണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സെലക്ട് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ്. ഇതിപ്പോൾ സെലക്ട് ഫോട്ടോ ഓപ്പൺ ചെയ്താൽ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ്. പിന്നെ ബ്രൗസ് എന്നുള്ളത് കൂടെ നമുക്ക് ഗ്യാലറിയിലെ ഓരോ ഫോൾഡറിലെയും ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ളതിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇതിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കട്ടെ. എൻ്റെ കുഞ്ഞുമോളെ ഫോട്ടോ ആണ്. ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് അതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്താൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. പിന്നെ ഇതിൽ ഒന്ന് വെരിഫൈ ചെയ്യാൻ ഇപ്പോൾ ഏതോ ഇവിടെ മേലെ ഇത് സ്റ്റോർ ഫ്രണ്ട് എന്ന് എഴുതി കാണിക്കുന്നത്, പലതും എഴുതി കാണിക്കും. ഇപ്പോൾ സ്റ്റോർ ഫ്രണ്ട് ആയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് ഇത്രയേ ഉള്ളൂ സംഭവം. അത് ബാക്ക്ഗ്രൗണ്ട് മാറിക്കഴിഞ്ഞ് ഇതിപ്പോൾ ഒറിജിനൽ ഫോട്ടോ ആണ്. ഇത് അതിൻ്റെ താഴെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയ ഫോട്ടോ ഇവിടെ വന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു കുത്തും കോമയും വരെയൊന്നും ഇല്ലാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് മാറി കിട്ടും. അതിന് ശേഷം താഴെ ഡൗൺലോഡ് എന്നുള്ള പച്ച ബട്ടൺ ഉണ്ടാവും. ഈ ഡൗൺലോഡ് ഞെക്കി കൊടുക്കുക. ഡൗൺലോഡ് ഞെക്കിയാൽ ഡൗൺലോഡായി. ഇനി നമുക്ക് ഈ ഫോട്ടോ എടുത്തതിൽ എങ്ങനെയാണ് ഏഡ് ചെയ്യാമെന്ന് കൂടി നോക്കാം. ഏഡ് ചെയ്യാനിപ്പോൾ നമ്മളെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ, അതേ കുഞ്ഞുമോളെ കുറച്ച് വലുതായിട്ടുള്ള ഫോട്ടോ ആണിത്. ഈ ഫോട്ടോത്തിലേക്ക് ആ ഫോട്ടോ നമുക്ക് ഏഡ് ചെയ്യണം. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മാറിയ ഫോട്ടോ. അതിനെന്ത് ചെയ്യുക? നമ്മളിത് നമ്മളെ ഫോണിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഉണ്ടാകുമല്ലോ, അത് അധികം ഫോണിലുണ്ടാവും. ഞാനിപ്പോൾ ലൈൻ ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഈ ഫോട്ടോ ഷെയർ ചെയ്യുക. ലൈൻ ക്യാമറേൻ്റെ ഐക്കണുണ്ട്, ഇതാ ഐക്കൺ കാണുന്നുണ്ടോ? അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആ ഫോട്ടോ വന്നതിന് ശേഷം ഇതിലേക്ക് മറ്റേ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടി അതിനുള്ള ഓപ്ഷൻ എടുക്കുക. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് മാറ്റിയ ഫോട്ടോ ആണിത്. അത് സെലക്ട് ചെയ്യുക. ആവശ്യത്തിന് ക്രോപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആ ഫോട്ടോ വന്ന് ഇനി നമുക്ക് ഇതൊന്ന് വലുതാക്കാം. കണ്ടോ എത്ര ക്ലിയർ ആയിട്ട്? സോഡിയം വലുപ്പം കൂട്ടല്ലേ. ഇത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് വെക്കാം. എത്ര ക്ലിയർ ആയിട്ടാണ് എരിയത്ത് നിൽക്കുമ്പോൾ തന്നെയുള്ള ഫോട്ടോ ആക്കി എടുത്ത് നമ്മളിതേ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ഫോട്ടോത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞേക്ക് നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണേൽ സൈറ്റിലേക്ക് പോവാം. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതിയിടുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. അതുവരെ നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ. താങ്ക് യു സോ മച്ച്.